ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ കറികളൊക്കെ നേരത്തെ ഒക്കെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ചേച്ചി ഞാൻ കടയിൽ നിന്ന് പോരുമ്പോൾ ചിലപ്പോൾ ഒരു ചോറ് മേടിച്ചുകൊണ്ട് വരും. ഏതാ ആ ക്യാൻറ്റീനിൽ നിന്ന് ആ ചോറ് മേടിച്ചുകൊണ്ട് വരണമെങ്കിൽ അത് രണ്ടായിട്ട് ഒന്നും പകുത്ത്, അപ്പോൾ കറി ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും. ഇപ്പം ഈ കഞ്ഞി മാത്രം കഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര ആളായി? കഞ്ഞി മാത്രം ദിവസങ്ങളോളൊക്കെ എങ്ങനെ ആകും മോനെ. ഒരു കഞ്ഞി പോലും ഇല്ലാത്ത ദിവസങ്ങൾ എത്രയുണ്ട്? കഞ്ഞി പോലും ഇല്ലാത്ത ദിവസങ്ങൾ എത്രയുണ്ട്? ഞാൻ ഇട്ട് വയ്ക്കാൻ കഴിയില്ല, കറണ്ട് ഇല്ലെങ്കിൽ വയ്ക്കൽ നിർത്തിയില്ലേ. അങ്ങനെ എത്ര ദിവസങ്ങൾ. ഒരു ചായകൾ ഒതുങ്ങണ ദിവസമുണ്ട്. ആ കടയിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു പത്തിരി മേടിച്ചിട്ടുണ്ട്, അങ്ങനെ കഴിക്കും. കറണ്ട് ഇല്ലെങ്കിൽ ഒരു വിറകൊന്നും വെട്ടാൻ ചേച്ചിക്ക് കഴിയില്ലടാ. ഈ കൈ കൊണ്ട് ഈ കൈ ഇങ്ങനെ കിടന്ന് കാണിക്കും. അപ്പോൾ വിറകൊന്നും വെട്ടി അടുപ്പിൽ തീ കൂട്ടാനൊന്നും കഴിയില്ല. മകൾ വരുമ്പോൾ ഇച്ചിരി വിറക് ഈ പറമ്പിൽ കിടന്നൊക്കെ പറക്കി കൊണ്ട് അവിടെ വെച്ച് തരുവാണെങ്കിൽ, ചുള്ളരായിട്ട് ഒടിച്ച് കൊണ്ടുവന്ന് വെച്ച് തരുവാണെങ്കിൽ അത് വെച്ച് കത്തിക്കും. അങ്ങനെ വിധി വെച്ചിട്ടുണ്ട്, അതാ നടക്കുള്ളൂ. ഭർത്താവ് കിട്ടിയ ഭർത്താവ് വേറൊരു പെണ്ണ് കെട്ടി. അയാൾ പോയത് 2007 ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞതാണ്. അതെല്ലേ. ഈ ചേട്ടന് ഇത് കടൽ ചേട്ടൻ പുള്ളിക്കാരത്തി നല്ല പണിയും പണിതൊന്നും നടന്നതല്ല, നല്ല ആരോഗ്യമുള്ള. അതിനിടയ്ക്ക് ലോട്ടറി 10-25 ഒക്കെ എടുത്ത് വിറ്റിക്കുന്നു. ചിലപ്പോ ഞാനും കൊടുത്തിട്ടുണ്ട്. അതെയോ? കാശ് കൊടുത്ത ടിക്കറ്റ് എടുത്ത് വിറ്റിട്ടുണ്ട്. അപ്പൊ അതുപോലെ പലരുടെ സഹായത്താൽ അങ്ങനെ കഴിഞ്ഞു. ഇത് ചേട്ടന്റെ കടയല്ലേ? അത്രേ ഉള്ളൂ. ചേച്ചിയുടെ കുറെ വർഷങ്ങളായിട്ടപ്പോ ചേട്ടനെ അറിയാം? അറിയാല്ലേ? 50 വർഷക്കാലായി ആയി. എത്ര മണിക്കൂർ വേണം അവിടെ ചെല്ലണമെങ്കിൽ നടന്ന്? 12 മണിക്കൂറിനൊക്കെ എത്തും മകളെ. എന്നാ ചെയ്യണേ? ഇതൊരു മുറി കണ്ടോ? നമ്മൾ ദിവസമൊക്കെ ചടുവാനും ബക്കറ്റ് വെച്ചേക്കണ കാണുന്നു. ഇതാണ് ചേച്ചിയുടെ ഫോണ്. 42 വയസ്സായപ്പോ ഈ വീടിന്. 42 വർഷമായില്ലേ? കടക്ക്, ഞാൻ പിടിക്കാം. ലൈറ്റ് ഉണ്ടോ? കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ടോ? ഇവിടെ എല്ലാം ചോറൂടാ. എന്താ ഇവിടെയൊക്കെ ഓരോ പാത്രം വെച്ചേക്കും. ചേച്ചിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് ലൈഫ് മിഷന്റെ ഒന്നും വെച്ചിട്ടില്ലേ? ഒന്നും വെച്ചിട്ടില്ല, വെച്ചാൽ കിട്ടില്ല. എന്നാന്നോ? ഇത് ചേച്ചിയുടെ അമ്മയുടെ പേരിലായിരുന്നു ഈ സ്ഥലം. അപ്പം അത് പിന്നെ എന്നാ അവകാശം വെച്ചപ്പോ, എല്ലാവർക്കും അവകാശം വെച്ചപ്പോ രണ്ടാമത്തെ ഭാഗം ചേച്ചി കിട്ടിയത്. അന്ന് ചേച്ചി മകനെ പ്രസവിച്ചെടുക്കുക. അതുകൊണ്ട് പോയി അത് എഴുതി അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്ത് അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല, കൂട്ടി കരം തീർത്തിട്ടുമില്ല. അങ്ങനെ കിടക്കുക. അപ്പോഴാണ് ചേച്ചിക്ക് ഇതൊക്കെ വയ്യാതെ വന്നിട്ട് കുറേ ആയായിരുന്നു. ഇപ്പം തീരെ നടക്കാൻ വയ്യാതെ വന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് ചേച്ചിയുടെ ജീവിതം ജീവിച്ചു പോണത്. മകളുണ്ടായിരുന്നതിനെ 2000 ആയപ്പോഴത്തേനും കെട്ടിച്ച് വിട്ടായിരുന്നു. അതുകൊണ്ട് അവരവരുടെ വഴി നോക്കി പോയില്ലേ. അച്ഛനും മകനും ഇങ്ങനെയും പോയില്ലേ. പിന്നെ ചേച്ചി ഒറ്റയല്ലേ, അന്നും ചേച്ചി ഒറ്റയാ, ഇന്നും ചേച്ചി ഒറ്റയാ. അങ്ങനെ ജീവിച്ചു പോകണ ഒരു ജീവനല്ലേ, അങ്ങനെ ജീവിച്ചു പോകണം. അതാണ് ചേച്ചിയുടെ അവസ്ഥ. അടുക്കളയെല്ലാം നനയും മോനെ. ഏതാ അടുക്കള? അടുക്കള കുഴപ്പമിരിക്കുന്നത് അടുക്കള. എൻ്റെ മോൾഭാഗം എല്ലാം നനയും. ഞാൻ തുണി മാറ്റി കിട്ടോ. ദിവസം കഥകൊക്കെ പോയാ ഇവിടെ എല്ലാം നനയും കണ്ടോ. അവിടെ എല്ലാം നനയും. അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം പുറകോട്ട് മാറെടുത്തിട്ട് പിറ്റേ തൊട്ട് കാലത്ത് പോകുമ്പോൾ ചേച്ചി ഇത് ഇത്രയും ഒരു കുഞ്ഞ് ചെറുപ്പത്തിനകത്ത് അങ്ങനെ ഇച്ചിരി അരി ഇട്ടേച്ച് പോകും. ഇന്ന് ഇട്ടിട്ടുമില്ല. അതിനകത്ത് ഇച്ചിരി കഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ ആഹാരം. കറി അപ്പൊ എന്താ? കറി ഒന്നും വെക്കൂലടാ, കഞ്ഞി മാത്രോ? ഈ കറി വെക്കാൻ ഇത് കൊണ്ടൊന്നും അരിയത്തൊന്നുമില്ലപ്പാ. ഈ കൈ കൊണ്ടൊന്നും അരിയാനൊന്നും പാടില്ല ചേച്ചി. കത്തി കയറും. അരിഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ ഒരു പടുത വലിച്ച് കെട്ടണം എന്നുള്ളതാണ് ഒരാഗ്രഹം. ഒരു പടുത വലിച്ച് കെട്ടിയത് കൊണ്ടൊന്നും ഈ വീടിനൊരു ഉറപ്പുണ്ടാകില്ല എന്ന് ഉറപ്പാണ്.
അതാണ് എൻ്റെ ജീവിതം. ഈ വീടിനകത്ത് ചോർന്നൊലിക്കാൻ ഒരു മകളെ കെട്ടിച്ചിട്ട് നമുക്ക് അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ? പറ്റൂല. പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി അപേക്ഷിക്കാനും കഴിയില്ല. ഒരു പെങ്ങള് അവൻ പെൻഷനും കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. ആകെയുള്ള ഉപജീവന മാർഗമെന്ന് പറയുന്നത് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ്. പഞ്ചായത്തിലേക്ക് അപേക്ഷ നമ്മുടെ വരുമാനമൊന്നും കിട്ടാനുമില്ല. നമ്മുടെ പേരിലില്ല. ചില ദിവസങ്ങളിൽ 50 രൂപയും അത് മാത്രമാണ് ആകെയുള്ള ഉപജീവനമാർഗം. ഈ വീടിന്റെ ശോചനീയ അവസ്ഥ ഞാൻ നേരിട്ട് അതിനേക്കാൾ ചില ദിവസങ്ങളിൽ പട്ടിണിയാണെന്നും മറ്റു ചില ദിവസങ്ങളിൽ ചായ മാത്രമല്ല വിശപ്പാറ്റുന്നുവെന്നും പറഞ്ഞപ്പോൾ വല്ലാതെ വേദന. എന്റെ അടിമാലിയിലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. ഈ അമ്മയുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് കഴിയുമോ എന്നും എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന ഈ അമ്മയെ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരിലുമാണ് എൻ്റെ പ്രതീക്ഷ. ഇത് രാധ ചേച്ചി. അടിമാലി മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള വഴിയിലൂടെ നടന്നാൽ ഏകദേശം 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ചേച്ചിയുടെ വീട്ടിലെത്താം. എന്നാൽ രാധ ചേച്ചി ആ വീട്ടിൽ നടന്നെത്തണമെങ്കിൽ ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് ചേച്ചി തന്നെ പറയുന്നു. ചേച്ചിയുടെ ശരീരത്തിൻ്റെ ഒരു സൈഡ് തളർന്നു പോയതാണ്. ഈ തളർന്ന അവസ്ഥയിൽ ഉപജീവനമാർഗം കണ്ടെത്തുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു കടയിലിരുന്ന് മറ്റുള്ളവർ എടുത്തു നൽകുന്ന ലോട്ടറി ടിക്കറ്റ് വിറ്റാണ് ജീവിക്കുന്നത്. പറഞ്ഞറിഞ്ഞതിനേക്കാൾ എത്രയോ വേദനാജനകമാണ് ചേച്ചിയുടെ ജീവിത രീതിയെന്ന് ഞാൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. ഇനി ചേച്ചിയുടെ വാക്കുകളിലേക്ക്. പെൻഷൻ കാർഡ് രാജേട്ടൻ്റെ കയ്യിലായിരുന്നു. രാജേട്ടൻ വെച്ചാൽ ഭർത്താവിൻ്റെ കയ്യിൽ. അയാൾ ഞാനിങ്ങോട്ട് പിരിഞ്ഞപ്പോൾ അയാൾ ആ കാർഡ് തന്നിട്ടില്ല. ഇപ്പം അതിൻ്റെ കാർഡിൻ്റെ കോപ്പി കൊണ്ടുതരാൻ പറഞ്ഞ ആ കാർഡിൻ്റെ കോപ്പി ആധാറും കൂടി എടുത്തു വെച്ചു. പക്ഷേ റേഷൻ കാർഡിൻ്റെ കോപ്പി ഉണ്ട് ചേച്ചിയുടെ ആധാറും ഉണ്ട്. അത് രണ്ടും ഉണ്ട് ചേച്ചിയുടെ കയ്യിൽ. അതിനൊരു പെൻഷൻ അപേക്ഷ വയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി ചോദിക്കണം. പെൻഷനും ഇല്ല അല്ലേ? പെൻഷനൊന്നും ഇല്ല. ഈ കിട്ടണ വരുമാനം ഇപ്പം മോൻ കൊണ്ടു തന്ന ടിക്കറ്റില്ലേ, അത് ചേച്ചി ഒന്ന് അങ്ങ് ചൂടാക്കും, എന്നിട്ട് ചെറുപ്പൊഴിച്ച് കോരി കുടിക്കും. കോരി കുടിക്കും. എന്തെങ്കിലും കറി ചേച്ചിക്ക് എന്തെങ്കിലും കറി മേടിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട ചേച്ചിക്ക് ഒന്നും വേണ്ടാത്തോണ്ട് ഇപ്പൊ ഒന്നും വേണ്ട. മോൻ അങ്ങനെ ചേച്ചിക്ക് വേണ്ടാത്തോണ്ടാടാ. അത് സാരമില്ല. കാരണം അല്ല, ചേച്ചിനെ കണ്ടു. ചേച്ചി ഒരു മകനുള്ളൂ, നോക്കണില്ല, കെട്ടിയൊന്ന് വീഴ്ച പോയി. എങ്ങനെയാ ഞങ്ങള് ജീവിച്ചെന്ന് എൻ്റെ ഉമ്മാട് പോയി ചോദിക്കണം. ആ ഒരു വേദന മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ലടാ. ഇത് ചേച്ചിക്ക് പറ്റിയില്ലെന്ന് ഓർത്തും ചേച്ചിക്ക് വേദനയില്ല. കാരണം എന്നിൽ താഴേക്ക് എത്രയോ പേര് കിടക്കുന്നടാ. ആ കാര്യം ഓർത്ത ചേച്ചിക്ക് നടക്കാം, ബാത്റൂമിൽ പോകാം, അലക്കി കുളിക്കാം. അതിനൊന്നും ചേച്ചിക്കൊരു വേദനയേ ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, 10 തിന്മ ചേച്ചി ചെയ്തെന്നാൽ ഒരു നന്മ ഉണ്ടായിരുന്നു പടച്ചവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാ ചേച്ചിക്ക് വടി. ഇന്നിപ്പോൾ 10 ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടൂല. 50 രൂപ കിട്ടുക, ആ 50 രൂപ മതി ചേച്ചിക്ക് ചെയ്യാൻ. അങ്ങനെ ഒരു വേദനയെ ചേച്ചിക്കില്ല. പടച്ചവനെ നല്ലപോലെ അറിഞ്ഞ് വിളിക്കുന്നവളാണ് ഞാൻ. ഒരിക്കലും അവനെങ്കിലും പോയി രക്ഷ വരട്ടെ എന്ന് ഓർക്കണം. മക്കൾക്കൊരു ആപത്തും വരില്ലെന്ന് പ്രാർത്ഥിക്കും. 2 പേർക്കും, ഒരാൾക്ക് തന്നെയല്ല, 2 പേർക്കും ഒരു ആപത്തും വരില്ലേ ഭഗവാനെന്ന് ഓർക്കും. പിന്നെ പെണ്ണിനെ അമ്മ അധികം വേദനിപ്പിക്കാറില്ല. കാരണം അവളുള്ളല്ലോ എനിക്ക്. ഇന്നലെ വിളിക്കുമ്പോഴും ഞാൻ പറയും, നിനക്ക് എനിക്ക് നീ ഉള്ളടി. അതുകൊണ്ട് അവളെ എന്നും വിളിക്കും. വിളിച്ച് വർത്താനം കേൾക്കാതെ നമ്മൾ കടന്നുറങ്ങൂല. അതിനൊക്കെ ഒരു 10-11 മണി വരെ കാണും ഞാൻ ഈ തിണ്ണയിൽ തിരി വെച്ച് നാമം ചൊല്ലിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. കലവട്ടോട്ടമാണ് വണ്ടിയൊക്കെ എണ്ണിക്കൊണ്ട് അങ്ങനെ ഇരുന്ന് 10-11 മണിയാവണം കയറി കിടക്കണം. എന്നാലും പിന്നെ അവരുടെ ഉറക്കം കൊണ്ട് നേരം വിളിക്കും. 2-3 ദിവസമൊക്കെ കാറ്റൂതി ഇപ്പോൾ ഇവിടെ ഏറ്റിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് വിളിഞ്ഞുകൊണ്ട് എന്ന് ഓർത്തു. അത്രയും വേദനയൊക്കെ ഉള്ളു. അപ്പം അല്ലാതെ ഒരു തന്നെ കിടക്കാൻ പറ്റും. പിന്നെ ചേച്ചിക്കൊരു പടുത മേടിച്ചിട്ട് വരാൻ തന്നാലും മതിയടാ. വീട് നന്നാക്കിയിട്ടില്ലെങ്കിൽ ഒരു പടുത മേടിച്ചത് മൊത്തം അങ്ങ് പൊതിയാണെങ്കിൽ ഒരു 10,000-2000 കൊടുക്കണ ഒരു പടുത കിട്ടും. അത് മൊത്തം അങ്ങോട്ട് 4 ദിവസത്തേക്ക് കെട്ടി കഴിഞ്ഞ് പിന്നെ നനയില്ല. എന്നിട്ട് വേനലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്ത്. അല്ലാതെ പഞ്ചായത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പം പഞ്ചായത്തിൽ ചേച്ചി പറഞ്ഞില്ലേ അമ്മയുടെ പേരിൽ ഇനി ഇത് രണ്ടാമത് പിന്നെ ഇത് ആധാരം ചെയ്യേണ്ടി വരും. അമ്മ എനിക്ക് തന്നതായിട്ട് എഴുതിയിട്ടുള്ളൂ. എൻ്റെ രണ്ടാമത്തെ മകളായ രാധയ്ക്ക് ഇതിൽ 17 സെന്റ് സ്ഥലം ഞാൻ ഇഷ്ടദാനം കൊടുക്കുന്നു എന്നാ. അങ്ങനെ ആ എഴുതി വെച്ച പേപ്പർ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടൊന്നും ചെയ്യാൻ നോക്കി. തിരിക്കണത്
പടച്ചവൻ്റെ കയ്യിൽ ഖജനാവിൽ എടുത്താൽ തീരാത്ത സ്വത്താ. നമുക്ക് തരാൻ നോക്കിക്കഴിഞ്ഞാൽ അത് തരും. ആ വിശ്വാസക്കാരി ചേച്ചി ചൂട് വെച്ച് ഇന്നും അതെ, ഇപ്പോഴും അതെ. രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ചൂടൊക്കെ പിടിച്ച് കുഴമ്പൊക്കെ പറ്റി ചൂടൊക്കെ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് സാരമില്ലെന്നേ, അതിലൊന്നും കാര്യമില്ല. എത്രയോ പേര് കിടപ്പിൽ കിടക്കണോ, ഒന്നും എണിക്കാൻ കഴിയാതെ, ഒരു ഭക്ഷണം കിട്ടി കഴിക്കാൻ കഴിയാതെ എത്ര പേരുണ്ട് മോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയൊന്നും ചേച്ചിക്ക് വന്നില്ലല്ലോ. ചേച്ചീനെ തമ്പുരാൻ അങ്ങനെയൊന്നും വീഴിക്കൂലടി. നേരം വിളിക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ദൈവമേ 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 എന്ന് വിളിച്ച് നടക്കണവളാ ചേച്ചി. അതുകൊണ്ടായിരിക്കും 10 തിന്മ തന്നെ ഒരു നന്മ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നണം. അതായിരിക്കും ചേച്ചിക്ക് ഈ വടി. ഇത് ഈ മടത്തിൽ നിന്ന് സിസ്റ്റർമാർ തന്ന വടിയാണ്. ഈ വിയാനുഭവനിൽ നിന്ന് സിസ്റ്റർമാർ തന്നതാണ്. കുഞ്ഞായിരുന്നു ഞാൻ പോണേ. അപ്പം അങ്ങനെ പോവല്ലേ. രാധ ചേച്ചി നടന്നു പോകുമ്പോൾ കാലിൽ നിന്നും ചെരുപ്പ് ഊരിപ്പോകുന്നത് പോലും അറിയുന്നില്ല. ഒരുപാട് സമയമെടുത്താണ് അത് മനസ്സിലാക്കിയത് പോലും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോഴും രാധ ചേച്ചിയുടെ ഒരേ ഒരാഗ്രഹം ആ വീടിന് ഒരു പടുത മേയുക എന്നുള്ളത് മാത്രമാണ്. വയറു നിറയെ ഭക്ഷണം കഴിക്കാനായി ആ വീട്ടിലൊന്നുമില്ലെങ്കിലും അതിലും ചേച്ചിക്ക് പരാതിയൊന്നുമില്ല. ഉള്ളതിൽ ചേച്ചി സന്തോഷം കണ്ടെത്തുന്നു. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ചേച്ചിക്ക് കുറച്ച് ലോട്ടറി ടിക്കറ്റും കഴിക്കാനുള്ള ഭക്ഷണവും വാങ്ങി നൽകിയിട്ടാണ് പോന്നത്. ഈ ദുഃഖങ്ങൾക്കിടയിലും ചേച്ചി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം ചേച്ചിക്ക് നൽകിയാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും.